പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മാസം നമ്മളിലേക്ക് വരികയാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണല്ലോ ബലിപെരുന്നാളിന്റെ ദിവസം, പെരുന്നാളിന്റെ സുദിനം. അന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ മഹനീയമായ കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഉളഹിയ്യത്ത്, ബലിദാനം. അല്ലാഹു അത് നിർവഹിക്കാൻ തൗഫീഖ് തരട്ടെ. വലിയ ശ്രേഷ്ഠമായ അമലാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ അമില ബിനു ആദമ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദമി وإنه ليأتي يوم القيامة بقرونها وأظلافها وأشعارها وإن الدم ليقع من الله بمكان قبل أن يقع في الأرض. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആദം സന്തതികളിൽ പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മാ അമില ബിനു ആദമ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദമി. ആദം സന്തതികൾ പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുന്നതായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ അമലാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമലാണ് ബലിദാനമെന്ന് നബിയോനാ റസൂലുള്ളാഹി. ബലിമൃഗത്തെ ദാനം ചെയ്യുക ആ ദിവസത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരുപാട് സുകൃതങ്ങളുണ്ട്. പെരുന്നാൾ നമസ്കാരം അതിൽപ്പെട്ടതാണ്. നല്ല പുതുവസ്ത്രം ധരിച്ച് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന പുരുഷന്മാർ, വീടിനകത്തലങ്ങളിൽ തന്നെ നമസ്കരിക്കുന്ന സഹോദരിമാർ, സുന്നത്ത് നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം. 2 പെരുന്നാൾ സുന്നത്ത് നമസ്കാരം, അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് ബലിപെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധം ചേർക്കുക, ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിണക്കുക, എല്ലാ സൗഹൃദങ്ങളെയും ഒന്നുകൂടി ഒന്ന് പുതുക്കുക, ബന്ധുവീടുകളിലൊക്കെ ഒന്ന് സന്ദർശനം നടത്തുക. ഇതൊക്കെ ആ ദിവസം ചെയ്യുന്ന സുഹൃതങ്ങളിൽ പെട്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവുക. അതിൽപ്പെട്ട ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമൽ പെരുന്നാളിന്റെ സുദിനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഉളഹിയ്യത്ത് എന്ന ബലിദാനം. അല്ലാഹു നടത്താൻ തൗഫീഖ് തരട്ടെ. വലിയ ശ്രേഷ്ഠമായ അമലാണ്. നമ്മളിലേക്ക് വരികയാണിത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, വഇന്ന ദമ ലയഖഉ മിനല്ലാഹി ബിമകാനിൻ ഖബ്ല അൻ യഖഅ ഫിൽ അർളി. ഭൂമിയിലേക്ക് നീ അറവ് നടത്തുന്നതായ മൃഗത്തിന്റെ രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു നിന്നിൽ നിന്നത് സ്വീകരിക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ്, മുടങ്ങാൻ പാടില്ല. ശാഫി മദ്ഹബ് പ്രകാരം ശക്തിമത്തായ സുന്നത്താണ്, സുന്നത്തും മുഅക്കദയാണ്. ഹനഫി മദ്ഹബുള്ള ആളുകൾക്ക് വാജിബാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശ്രേഷ്ഠമായ അമലാണ്. എന്തുകൊണ്ട്? ഒരു ഹദീസാണ് അബൂ ഹനീഫ ഇമാമ് അതിന് പ്രബലമായി എടുത്തു പറയുന്നത്. ഏതാണ് ആ ഹദീസ്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാനാ. പരിശുദ്ധമായ ബലിദാനത്തിന് കഴിവുള്ളതാകുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, ഏതൊരു മുഅ്മിനുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, അവൻ ആ ബലിദാനം നടത്താതെ പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ഫലാ യഖ്റുബന്ന മുസല്ലാനാ, ബലികർമ്മം നടക്കാൻ താല്പര്യം വെക്കാത്ത മനുഷ്യനാണോ, അതിനോട് വിമുഖത കാണിക്കുന്നതായ വ്യക്തിയാണോ, നീ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ കൂടേണ്ടതില്ല, നീ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുതേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ
പെരുന്നാളിന്റെ സുദിനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമലിൽപ്പെട്ടതാണ് ബലിദാനം. അത് ഒഴിവാക്കിയിട്ട് നിസ്കരിച്ചിട്ട് യാ അല്ലാഹ് സലാം അടിച്ച് വീട്ടിൽ പോയി കിടക്കാം എന്ന് പറയാൻ പറ്റൂല. ആ പരിപാടിക്ക് തന്നെ വരേണ്ടതില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രേഷ്ഠമായ കർമ്മമാണത്. ഈ ഹദീസ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിർബന്ധമാണ്, വാജിബാണ് ഹനഫി മദ്ഹബ് പ്രകാരം ഉളഹിയ്യത്ത് ഇറക്കൽ. നമ്മുടെ മദ്ഹബിൽ ഷാഫി മദ്ഹബ് പ്രകാരം ശക്തിമത്തായ സുന്നത്താണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇതൊക്കെ എത്ര പേര് ചേരുന്നുണ്ട്? എത്ര ആളുകൾ സ്വന്തമായി ഇറക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്?